കലിപ്പൻ സെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനു. നിർമ്മാണം പിയനർ ക്രിയേഷൻസ്. ഉമ്മിയുടെ കൂടെ കാര്യമായ പണിയിലാണ് മമ്മ. ഹോ, വന്നോ? കല്യാണ വീട് മുഴുവൻ പൊളിച്ചെടുക്കിയിട്ട്. എന്നെ കണ്ട ഉടനെ മമ്മയുടെ ചോദ്യം അതായിരുന്നു. ഇല്ല മമ്മ, വീട് പൊളിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പകരം നമ്മൾ പോയ ബസ് നന്നായി പൊളിച്ചെടുക്കി. എന്റെ റഫ്സി, അവള് പൊളിച്ചെടുക്കട്ടെ. പെൺപിള്ളേരായ കുറച്ചൊക്കെ തല്ലിപ്പൊളിയാവുന്നത് നല്ലതാ അല്ലേ മോളെ? അത് പറഞ്ഞത് നമ്മളുടെ ഉമ്മിയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഉമ്മിയെ പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. നിനക്ക് വയ്യെങ്കിൽ ഇവളെങ്ങ് തന്നീര് റഫ്സി, ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളായിട്ട്. അതെന്താ ഉമ്മി, ഞാനിപ്പോൾ മമ്മിയുടെ മോളല്ലേ? നമ്മൾ ഇച്ചിരി സങ്കടം ഫിറ്റ് ചെയ്ത് ഉമ്മിയെ ചൊടിപ്പിച്ചു. അപ്പോഴേക്കും മൂപ്പര് എന്നെ കെട്ടിപ്പിടിച്ചു. നീ ഇന്നും എന്നും എൻ്റെ മോള് തന്നെ അടി കുറുമ്പി എന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ചു. നമ്മൾ ഉമ്മിയെയും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. മമ്മക്ക് കുശുമ്പാണ്ടെന്ന് കരുതി മമ്മയും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു. അവിടെ നിന്ന് പോവാനൊരുങ്ങി. മോളെ അഹാന, മോളെ ഈ ഉമ്മിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാമോ? പോവാനൊരുങ്ങി എന്നോടായി ഉമ്മി ചോദിച്ചു. അതിനെന്താ, ചെയ്യാലോ. എൻ്റെ ബീവിക്കല്ലാതെ വേറെ ആർക്കാ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നും പറഞ്ഞ് ഞാൻ ഉമ്മിയുടെ തോളിൽ തലചായ്ച്ചു. മോളെ, സാദിക്കിന് കൊടുക്കാൻ വെച്ച ഒരു ഗിഫ്റ്റ് മുകളിൽ ആബിയുടെ റൂമിൻ്റെ വാർഡ്രോബിന് മുകളിൽ വെച്ചിട്ടുണ്ട്. മോളൊന്നു പോയി ആ ബോക്സ് എടുത്തു തരാവോ? അത് കേട്ടതും ഒരു ഞെട്ടലോടെ ഉമ്മിയുടെ തോളിൽ നിന്നും ഞാൻ തല ഉയർത്തി. റബ്ബേ, ആബിക്കയുടെ റൂമിലോ? ഉമ്മി, അത് ഞാൻ തന്നെ പോണോ? നല്ല മോളല്ലേ, അവരിപ്പം ഇങ്ങ് എത്തും. റിജാദ് കൂട്ടാൻ പോയിന് സാദിക്കുകയും മുഫിയെയും. മോളൊന്ന് പെട്ടെന്ന് പോയി എടുത്തിട്ട് വാ. പിന്നെ എനിക്ക് എതിരൊന്നും പറയാൻ പറ്റില്ല. റബ്ബേ, അങ്ങേരെ ആ റൂമിൽ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്റ്റെയർ കയറി. ആബിക്കയുടെ റൂമിന് മുന്നിൽ എത്തിയപ്പോൾ ഞാൻ പതിയെ പുറത്തു നിന്നും ഉള്ളിലേക്ക് കണ്ണോടിച്ചു. ഭാഗ്യം ഇവിടെ ഇല്ല, പെട്ടെന്ന് അതങ്ങ് എടുത്തിട്ട് വരാം. സാധനം കിടക്കുന്ന വാർഡ്രോബിന്റെ മുകളിലായതിനാൽ എനിക്ക് കൈകൊണ്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അവിടെ കണ്ടൊരു സ്റ്റൂൾ എടുത്ത് അതിന് മുകളിൽ കയറി ഗിഫ്റ്റ് ബോക്സ് എടുക്കുന്നതിനിടയിലാണ് എൻ്റെ പുറകെ നിന്നും എന്താ ഇത് എന്നൊരു ശബ്ദം കേട്ടത്. പെട്ടെന്ന് തലതാഴ്ത്തി നോക്കുമ്പോൾ സംശയാർത്ഥത്തിൽ എന്നെ തുറിച്ചു നോക്കുന്ന ആബിക്കയാണ് കണ്ടത്. യാ റബ്ബേ, ഞാൻ മയ്യത്തായല്ലോ. കടലോളം ഭയവും വെപ്രാളവും എൻ്റെ മുഖത്ത് മിന്നിമറിയാൻ തുടങ്ങി. ആബിക്ക, ഞാൻ ഉമ്മി ഈ ബോക്സ് എടുക്കാൻ. വാക്കുകൾ പുറത്തേക്ക് വരാതെ അവൾ ആ ഗിഫ്റ്റ് ബോക്സ് കയ്യിൽ പിടിച്ച് സ്റ്റൂളിൽ തന്നെ നിന്നുകൊണ്ട് വിറക്കാൻ തുടങ്ങി. എന്താടി നിന്ന് വിറക്കുന്നത്? നേരത്തെ ബസ്സിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ? ആബിദ് കട്ടക്കളിപ്പ് മൂഡ് ഓൺ ചെയ്തും അവൾ വീണ്ടും വിറക്കാൻ തുടങ്ങി. പേടിച്ച് സ്റ്റൂളിൽ നിന്ന് ഇറങ്ങാൻ പോയതും ഗൗണിന്റെ കാല് സ്ലിപ്പായി അവൾ നിലത്തേക്ക് വീണു. ഉമ്മ എന്ന് വിളിച്ച് അവൾ നിലംപതിക്കാൻ പോയതും അവിടെയും അവൾക്ക് താങ്ങായി ആബിദിന്റെ കരങ്ങൾ ഉയർന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താൻ നിലത്തല്ല, പകരം ആബിക്കയുടെ കരങ്ങളിലാണ് കിടപ്പെന്ന്. വീഴുന്ന വെപ്രാളത്തിൽ ആബിദിന്റെ കോളറിൽ അവൾ ബലമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇരു കരങ്ങളിലും അവളെ താങ്ങിക്കൊണ്ട് എത്ര സമയം അങ്ങനെ നിന്നെന്ന് ആബിദിന് പോലും അറിയില്ല. അവൾ തന്റെ കരങ്ങളിലേക്ക് വീണപ്പോൾ അതുവരെയുണ്ടായ അവന്റെ ദേഷ്യമൊക്കെ പമ്പ കടന്നു. പേടിച്ച് തന്റെ കോളറിൽ ചുറ്റിപ്പിടിച്ച് തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ തന്റെ സകലമാന കൺട്രോളും കൈവിട്ടു പോകുന്ന പോലെ അവന് തോന്നി. രണ്ടുപേരും അതേ നിൽപ്പിൽ തന്നെ കൺചിമ്മാതെ നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ എല്ലാം മറന്ന് പരസ്പരം ഇണചേർന്നു. അവരുടെ മനസ്സിൽ പൊട്ടിമുളച്ചതെല്ലാം ആ കണ്ണുകൾ പരസ്പരം പറഞ്ഞു കഴിഞ്ഞു, അവർ പോലും അറിയാതെ. പതിയെ അവന്റെ കരങ്ങളിൽ നിന്നും അവളെ താഴേക്ക് ഇറക്കിയപ്പോഴും ഏതോ മായാലോകത്തെന്ന പോലെ രണ്ടുപേരും നോക്കി നിന്നു. വീഴാൻ പോയപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഗിഫ്റ്റ് ബോക്സ് നിലത്തേക്ക് പതിച്ചിരുന്നു. പതിയെ എന്തോർത്തുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ആ ബോക്സ് എടുക്കാൻ കുനിഞ്ഞതും അവളുടെ ഗൗണിന്റെ ബാക്ക് സിബ് അഴിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഗൗൺ ഇച്ചിരി ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അവള്. പക്ഷേ ഇന്ന് രാവിലെ ഇട്ട് നോക്കുമ്പോഴാണ് സംഭവം ഇച്ചിരി ടൈറ്റായാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത്. കുനിഞ്ഞു നിന്നപ്പോൾ ഡ്രസ്സ് മുറുകി സിബ് ഓട്ടോമാറ്റിക്കായി അഴിഞ്ഞുപോയി. കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് ബോക്സ് എടുക്കാതെ താഴെയിട്ട് ഒരു ഞെട്ടലോടെ അവൾ എഴുന്നേറ്റ് പിറകിലുള്ള ഒരു ഭിത്തിയിൽ പോയി ചാരി നിന്നു. യാ റബ്ബേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ മാനവും പോവും പടച്ചോനെ. അവൾ മനസ്സിൽ കരുതി. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് വിറക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്ന് ആബിദിന് ഓൾമോസ്റ്റ് മനസ്സിലായിരുന്നു. അവളാണെങ്കിൽ അവന്റെ മുഖത്ത് നോക്കാതെ ഭിത്തിയിൽ ചാരി കഷ്ടിച്ച് കൈ പിറകിൽ വെച്ച് സിബിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെപ്രാളം കാരണം അവൾക്കതിന് കഴിഞ്ഞില്ല. അവസാനം കരച്ചിലിന്റെ വക്കിൽ വരെ എത്തി. ഒരു നിസ്സഹായതയോടെ പതിയെ തല ഉയർത്തി ആബിദിനെ നോക്കി. സംഭവം കയ്യിൽ പോയി എന്ന് കണ്ട ആബിദ് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞു നിന്നു. അപ്പോഴേക്ക് അവൾ വീണ്ടും സിബിടാനുള്ള തത്രപ്പാടിലായിരുന്നു. പെട്ടെന്ന് എന്തോ തോന്നി അവൻ പുറത്തു പോകാതെ അവളുടെ നേരെ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അത് കണ്ടതും അഹാന പുറകിൽ വെച്ച കൈ പെട്ടെന്ന് മാറ്റി അവനെ തന്നെ നോക്കി നിന്നു. അവൻ തന്നെ അടുത്തേക്ക്, അതും ഈ അവസ്ഥയിൽ വരുന്ന കണ്ട് അവളാകെ തരിച്ച് നിൽപ്പാണ്. എന്തേലും പറയാൻ വേണ്ടി ഒന്ന് വാ തുറക്കാൻ പോലും പറ്റുന്നില്ല.
അത്രയും ദ്രുതഗതിയിലാണ് അവളുടെ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അവൾ ഭിത്തിയിൽ ചാരിയാണ് നിൽപ്പ്. അതുകൊണ്ട് അവൻ തന്റെ നേർക്ക് വരുമ്പോൾ ഒരടി പോലും അവൾക്ക് പുറകോട്ട് വയ്ക്കാൻ സാധിച്ചില്ല. ഈ അവസ്ഥയിൽ മുന്നോട്ടോടാനും പറ്റില്ല. ആബിദ് അവളുടെ അടുത്തേക്ക് വരുന്തോറും അവളുടെ നെറ്റിൽ നിന്നും വിയർപ്പ് കണങ്ങൾ ഒഴുകാൻ തുടങ്ങി. അവസാനം അവൻ തന്റെ തൊട്ടടുത്തായി വന്നു നിന്നപ്പോൾ ഒരു നിമിഷം എല്ലാം തകർന്ന പോലെ രണ്ട് കണ്ണും ഇറുക്കി അടച്ചു. തന്റെ മുന്നിൽ ഒരു തൊട്ടാവാടിയെ പോലെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ആബിദിന് എന്തെന്നില്ലാത്ത വികാരമാണ് പൊട്ടിമുളച്ചത്. അവൻ പതിയെ കുറച്ചുകൂടി അവളോട് ചേർന്ന് നിന്ന് അവളുടെ ആ വിറക്കുന്ന ആദരങ്ങളിലേക്ക് കണ്ണോടിച്ചു. ചുവന്നു തുടുത്ത ആദരങ്ങൾ തനിക്ക് സ്വന്തമാക്കണമെന്ന് അവന് തോന്നി. തൻ്റെ ആദരങ്ങളോട് ചേർത്തുകൊണ്ട് അവളുടെ ആദരങ്ങളിൽ ആ വിറയിൽ മായ്ച്ചു കളയണമെന്ന് അവന് തോന്നി. ആ വെളുത്ത തുടുത്ത മുഖം മുഴുവനായി ചുംബനം കൊണ്ട് മൂടണമെന്ന് അവൻ്റെ മനസ്സ് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ നൊരിഞ്ഞു വന്ന എല്ലാതരം വികാര വിചാരങ്ങളെയും സ്വമേധയായി ഇല്ലാതാക്കിക്കൊണ്ട് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. അടച്ചുവെച്ച കണ്ണുകൾ മിന്നൽ വേഗത്തിൽ അവൾ തുറന്നു. ഒരു ഞെട്ടലോടെ അവൾ ആബിദിനെ നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവനുണ്ടോ വിടുന്നു. ഉടുമ്പ് പിടിച്ച പോലെ അവളെ തൻ്റെ കൈകൾ കൊണ്ട് ചുറ്റി വച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവളുടെ മിഴികളിൽ കാർമേഘം വന്ന് മൂടാൻ തുടങ്ങി. പ്രതീക്ഷിക്കാതെ ആബിദ് അവളെ ഒന്നുകൂടി ചേർത്ത് ആ ഇടുപ്പിൽ വെച്ച അവൻ്റെ കൈകൊണ്ട് അവളുടെ അഴിഞ്ഞുപോയ സിബിൽ സ്പർശിച്ചു. ആ നഗ്നമായ ശരീരത്തിൽ അവൻ്റെ വിരൽ പതിയെ തട്ടിയപ്പോൾ അടിവയറ്റിൽ നിന്നൊരു പാളിച്ച തോന്നിയവൾക്ക്. കണ്ണുകളിൽ ഇരുട്ട് മൂടിയതുപോലെ തോന്നി. അവൾ അവൻ്റെ ഷർട്ടിൽ കൈകൊണ്ട് മുറുക്കി പിടിച്ച് കണ്ണുകൾ കൂമ്പി അടച്ചു. അവളുടെ നഗ്നമായ ശരീരത്തിൻ്റെ ചൂട് തൻ്റെ കയ്യിൽ പതിച്ചപ്പോൾ അവളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ആബിദിൻ്റെയും. എല്ലാ കൺട്രോളും കൈവിട്ടു പോകുന്നതിന് മുന്നേ അവളുടെ കണ്ണിൽ മൂടിയ കാർമേഘം ഒരു പേമാരിയായി പെയ്യുന്നതിന് മുന്നേ അവൻ ആ സിബ് പതിയെ മേൽപോട്ട് ഉയർത്തി അത് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തു. അത് മനസ്സിലാക്കി അവൾ അവൻ്റെ ഷർട്ടിൻ്റെ പിടുത്തം അയച്ച് കണ്ണുകൾ തുറന്ന് ഇമ വെട്ടാതെ അവനെ നോക്കി. അപ്പോഴേക്കും ആ തിളക്കമാർന്ന മാൻമിഴികളിൽ നിന്നും ഒരിറ്റു തുള്ളി നിലംപതിച്ചിരുന്നു. സിബിട്ട് കഴിഞ്ഞിട്ടും അവളിലെ ആ പിടി അവൻ വിട്ടില്ല. പരസ്പരം മിഴികൾ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാം മറന്ന് അവനും അവളും അവരുടേത് മാത്രമായ ലോകത്തിലേക്ക് ആണ്ടുപോയി. ഇത്തവണ അവൻ്റെ കയ്യിൽ നിന്ന് പിടിഞ്ഞു മാറാൻ അവളും ശ്രമിച്ചില്ല. ഒരു പാവയെപ്പോലെ അവൻ്റെ നെഞ്ചോട് ചേർന്നുള്ള ആ നിൽപ്പ് അവളും തുടർന്നു. എപ്പോഴോ തൻ്റെ വികാരങ്ങൾ മൂർച്ഛസ്ഥിതിയിലെത്തിയപ്പോൾ ആബിദ് അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ആ കാർക്കൂന്തൽ പതിയെ അവൻ്റെ കൈകൊണ്ട് വകഞ്ഞു മാറ്റി അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ആ വിറയാർന്ന ചോര തുടിക്കുന്ന അവളുടെ അധരങ്ങളെ ലക്ഷ്യമാക്കി അവൻ്റെ ചുണ്ടുകൾ നീങ്ങി. അവൻ്റെ ആ പ്രവൃത്തിയിൽ എതിര് പറയാൻ സാധിക്കാതെ അവൻ്റെ ആ സാമീപ്യത്തിൽ ഒരു നിമിഷം അവളും അലിഞ്ഞില്ലാതെയായി. കൈകൊണ്ട് അവൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. അവൻ്റെ മുഖം തൻ്റെ മുഖത്തോട്ട് അടുക്കും തോറും അവൾ അവൻ്റെ ഷർട്ടിൽ പിടി മുറുക്കിക്കൊണ്ടേയിരുന്നു. ഒടുക്കം അവൻ്റെ നിശ്വാസം അവളുടെ അധരങ്ങളിൽ തട്ടി തടഞ്ഞപ്പോൾ അവൾ തൻ്റെ കണ്ണുകൾ കൂമ്പി അടച്ചു. അവരുടെ വിറയാർന്ന അധരങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴും എന്തെന്നില്ലാത്തൊരു വികാരത്തിൻ്റെ മൂർത്ത സ്ഥിതിയിൽ രണ്ടുപേരും എത്തിയിരുന്നു. ഒരു നൂൽ വ്യത്യാസത്തിൽ മാത്രം ആ അധരങ്ങൾ തട്ടി നിന്നപ്പോൾ അതിനെ മുറിച്ചു കളയാനെന്നോണം ഇത്തവണ ശബ്ദിച്ചത് ആബിദിൻ്റെ ഫോണായിരുന്നു. ആ ഒരു ശബ്ദത്തിലൂടെ എല്ലാ വികാര വിചാരങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വഭാവത്തിൽ തിരിച്ചു വന്ന ആബിദും മഹാനയും പരസ്പരം പിടഞ്ഞു മാറി. തങ്ങൾ ചെയ്യാൻ മുതിർന്ന കാര്യമോർത്ത് രണ്ടുപേരും വായിൽ കൈവച്ചു പോയി. അവൻ അവളോട് അബദ്ധം പറ്റിയതുപോലെ എന്തോ പറയാനാഞ്ഞതും ആ കണ്ണുകളിലെ കണ്ണുനീർ ഒരു പേമാരിയായി പെയ്തു കഴിഞ്ഞിരുന്നു. അവൻ പറയുന്ന കേൾക്കാൻ പോലും നിൽക്കാതെ അവനെ തള്ളിമാറ്റിക്കൊണ്ട് അവൾ ആ മുറിവിട്ട് ഓടിപ്പോയി. അത് കണ്ടതും ആബിദിന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. താൻ ചെയ്യാൻ മുതിർന്ന തെറ്റ് മനസ്സിലാക്കി ദേഷ്യം കൊണ്ട് അവൻ അവിടെ കിടന്ന ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞുടച്ചു. കട്ടിലിനോട് ചേർന്ന് മുഖം പൊത്തിയിരുന്നു. മാജിയും ഫറയും കരഞ്ഞു കലങ്ങിയ തൻ്റെ മുഖം കാണുന്നതിന് അവൾ തട്ടം കൊണ്ട് മുഖം മറിച്ചാണ് മുറിയിൽ കയറിയത്. അപ്പോൾ തന്നെ അവരെ നോക്കാതെ ബാത്റൂമിൽ കയറി വാതിലടച്ചു. വാതിൽ ചാരിയെന്ന് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. റബ്ബേ, എന്താ ഇത്? എന്താ എനിക്ക് പറ്റിയത്? ആബിക്ക് അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞപ്പോൾ എന്താ റബ്ബേ ഞാൻ അതിനെ എതിർക്കാതിരുന്ന്? എന്തേ ഞാൻ ഇക്കയെ തള്ളി മാറ്റാതിരുന്ന്? എന്തുകൊണ്ട് ആ സമീപനം ഞാനും ഒരു നിമിഷം ആസ്വദിച്ചു പോയില്ല റബ്ബേ? എന്നോട് പൊറുക്കണം. ഈ നെഞ്ചിലെ ഓരോ മിനിപ്പിലും ഇക്കയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ആബിക്ക്. അതുകൊണ്ടാണ് ഇക്ക ഓരോ നിമിഷം എൻ്റെ അടുത്ത് വരുമ്പോൾ അതിനെ എതിർക്കാൻ എനിക്ക് കഴിയാത്തത്. പക്ഷെ ആബിക്കൊരു വാക്കിനോട് പറയാതെ ഞാൻ എൻ്റെ ഇഷ്ടം പുറത്ത് കാണിക്കില്ല. ഈ മനസ്സിൽ ഭദ്രമായി ഇരുന്നോട്ടെ. ആബിക്ക, എന്താ നിങ്ങളിങ്ങനെ? എനിക്കറിയാം ഇക്കാക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്.
ഇക്കയുടെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് എന്തേക്ക ഒരു വാക്ക് പോലും എന്നോട് പറയാൻ നിൽക്കാത്തത്? ഒന്ന് പറഞ്ഞൂടെ ഇക്ക? എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ? എന്തിനാ ഈ ഉള്ളവൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്താ ഇക്ക നിങ്ങളുടെ മനസ്സിൽ? അതൊക്കെ പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ കണ്ണുകളിലെ നീർത്തുള്ളികൾ കടൽ പോലെ പെയ്തിറങ്ങി വറ്റി വരണ്ടു പോയിരുന്നു. മുഖമൊക്കെ കഴുകി ഫ്രഷായി അവൾ റൂമിലേക്ക് വന്നു. പിന്നീട് അവിടെ നടന്നതിലൊക്കെ അവൾ നിന്നുകൊടുത്തു എന്നല്ലാതെ മനസ്സ് മുഴുവൻ മറ്റേതോ ലോകത്തായിരുന്നു. ആബികയെ പിന്നെ കണ്ടതേയില്ല. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞു. തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നിയതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞുപോയി. ഇതിനിടയിൽ മുഫിയുടെ സൽക്കാരങ്ങളൊക്കെ ഭംഗിയായി നടന്നു. റഫ കല്യാണത്തിന്റെ പിറ്റേന്ന് തന്നെ അവിടെ വിട്ടിരുന്നു. സെമീർക്ക് ഒരാഴ്ച ലീവ് കഴിഞ്ഞ് സൗദിയിലേക്ക് വിട്ടു. ഞങ്ങൾക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വീട്ടിൽ നിന്ന് അധികവും പുറത്തേക്ക് ഇറങ്ങാറില്ല. കുത്തിയിരുന്ന് പഠിക്കും. പിന്നെ ആബിക, അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇക്കയുടെ മുന്നിൽ നിൽക്കാൻ വല്ലാത്ത മടിയായിരുന്നു. പരസ്പരം കാണുന്ന സമയത്തൊക്കെ ഇക്കാക്ക് എന്നോട് എന്തോ പറയാനുള്ള പോലെ തോന്നിയിരുന്നു. പക്ഷെ എന്തോ മൂപ്പരൊന്ന് നോക്കിയിട്ട് പോകും. പഠിക്കാൻ വേണ്ടി എൻ്റെ റൂമിലെ ബാൽക്കണിയിൽ പോയിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ആബിക്കയെ അവരുടെ കോമൺ ബാൽക്കണിയിൽ വെച്ച് കാണാറുണ്ട്. എന്നത്തെയും പോലെ ഞങ്ങൾ പരസ്പരം നോട്ടം കൈമാറും. പിന്നെ മൂപ്പർക്ക് ബിസിനസ് പരമായി എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം ശ്രദ്ധ അതിലായിരുന്നു. ഇന്നാണ് ഞങ്ങളുടെ എക്സാമിൻ്റെ ലാസ്റ്റ് ദിവസം. വൈകുന്നേരം എക്സാം കഴിഞ്ഞ സന്തോഷത്തിൽ ഞാനും ആജിയും ഫാസിയും കൂടി കഫേ ഫിൽസിൽ പോയി ഓരോ സിംഗർ ബർഗർ ഐസ്ക്രീം സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. വലിയൊരു ഭാരം തലയിൽ നിന്ന് ഒഴിഞ്ഞ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു. ഇപ്പോൾ മനസ്സ് ഇത്തിരി ഫ്രീ ആയതുപോലെയുണ്ട്. ബെഡിൽ നിവർന്നു കിടന്നുകൊണ്ട് മുമ്പ് നടന്ന കാര്യങ്ങളിലേക്ക് പതിയൊന്ന് വഴുതി വീണു. ഓർക്കുമ്പോൾ എന്തോ പോലെ തോന്നിയെങ്കിലും അതിലൊക്കെ ഒരുതരം കുളിരും സുഖവും അനുഭവപ്പെടുന്ന പോലെ. നല്ല സുഖമായി കിടന്ന് ഓരോന്ന് ചിന്തിച്ച് കൂട്ടുമ്പോഴാണ് എൻ്റെ മമ്മയുടെ വരവ്. മോളെ, നീ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിവാ. കബീർക്ക് വിളിച്ചായിരുന്നു. നാളെ സാദിക്ക് UAE പോവാ. അതുകൊണ്ട് അവർക്ക് ഇന്ന് അവിടെ ചെറിയൊരു സൽക്കാരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളോട് അങ്ങോട്ട് പോവാൻ പറയാനാ കബീർക്ക് വിളിച്ച്. നീ പെട്ടെന്നൊന്ന് റെഡിയായി വന്നേ. ഇച്ചിരി മടിച്ചാണെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി മമ്മയുടെ കൂടെ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഉമ്മയും പപ്പയും ഒക്കെ എന്നെ കുറേ ശകാരിച്ചു. കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പണ്ടത്തെ പോലെ ഞാൻ ഇവിടേക്ക് വരാറൊന്നുമില്ല. എൻ്റെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയാണ് പതിവ്. മാജി ഇടക്ക് എൻ്റെ വീട്ടിലേക്ക് വരും. ഓരോ കാരണം പറഞ്ഞ് മാക്സിമം അവിടേക്ക് വരാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. ആ സമയത്ത് തന്നെ എക്സാം ഏകദേശം അടുത്ത് വന്നുകൊണ്ട് അതിൽ കയറി പിടിച്ചു. 24 മണിക്കൂറും പുസ്തകം തുറന്നു വെച്ച് ഒരുതരം പുസ്തകപ്പുഴായി ഞാൻ മാറി. കാണുന്നവർക്ക് ഞാൻ പുസ്തകത്തിൽ മുഴുകി ഇരിക്കുവാനും തോന്നുമെങ്കിലും അതിലെ പകുതി സമയം ആബികയെ ഓർത്താണ് ഇരിപ്പ്. മൂപ്പരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. മനസ്സിലുള്ള തുറന്നു പറയാതെ അവിടെ തന്നെ പൂഴ്ത്തി വയ്ക്കുന്നതുകൊണ്ട് ഒരുതരം വീർപ്പുമുട്ടൽ. കാരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കെന്നെ മനസ്സിൽ ഷടപടയെന്ന് പറഞ്ഞ് മൂപ്പര് മുന്നിൽ തുറന്നു വെക്കാൻ സാധിക്കൂ. അതിനുള്ള അവസരം മൂപ്പര് തരണ്ടേ? അല്ല പിന്നെ. ഏതായാലും ഉമ്മയുടെയും പപ്പയുടെയും കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. പിന്നെ എക്സാം ആയതുകൊണ്ട് അവരധികമൊന്നും പറഞ്ഞില്ല. മുഫിയും സാദിക്കായൊക്കെ വന്നു. എല്ലാവരും ഭംഗിയായി ഭക്ഷണമൊക്കെ കഴിച്ച് ഹാളിൽ നിന്ന് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് ഞാൻ ആബിക്ക് ഇടം കണ്ടിട്ട് നോക്കും. മൂപ്പര് തിരിച്ചും. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവിലേക്കുള്ള ചർച്ചയാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന്. അഹമ്മദ്, എനിക്ക് അതിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കല്യാണ തിരക്കൊക്കെ കഴിയട്ടെന്ന് എഴുതി കാത്തിരുന്ന പപ്പ ബാപ്പയോട് പറഞ്ഞു. കാര്യം എന്താണെന്ന് അറിയാനായി ഞങ്ങളെല്ലാവരും അവരുടെ സംസാരത്തിൽ ശ്രദ്ധ കൊടുത്തു. ഞങ്ങൾ രണ്ട് വീട്ടിലെല്ലാവരും ഇപ്പോൾ ആ ഹാളിൽ ഹാജരാണ്. എൻ്റെ ആബിക്ക് വേണ്ടി നിന്റെ മോള് സഫയെ ഞങ്ങൾ ചോദിച്ചിരുന്നു. ഇവരുടെ കല്യാണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇവൻ ഒരു തരത്തിലും അതിന് സമ്മതിക്കുന്നില്ല. ഞങ്ങളായിട്ട് ഇനി അവനെ നിർബന്ധിക്കാനും പോകുന്നില്ല. ഇനി ഞങ്ങൾക്കൊരാഗ്രഹം കൂടിയുണ്ട്. പപ്പ ബാപ്പയുടെ അടുത്തുനിന്ന് മാറി എൻ്റെ അടുത്തേക്ക് വന്നു. കാര്യം അറിയാതെ സംശയാർത്ഥത്തിൽ ഞാൻ പപ്പയെ നോക്കി. എൻ്റെ മോള് മരുമകളായിട്ടല്ല, മകളായിട്ട് എനിക്ക് വേണം. എൻ്റെ മോള്, അവൾ എന്നും എൻ്റെ മോള് തന്നെയാണ്. എന്നാലും അതൊന്നുകൂടി ദൃഢാക്കണം. അതിന് നിന്റെ സമ്മതം വേണം അമ്മതേ. എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് മനസ്സിലാവാതെ എല്ലാവരും പപ്പയെ നോക്കി. എൻ്റെ റിജാദിൻ്റെ പെണ്ണായി ഇവളെ ഞങ്ങൾക്ക് തന്നൂടെ അമ്മതേ. പപ്പയുടെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്ക് എൻ്റെ നെഞ്ചിലേക്ക് ഒരു ഇടുത്തി പോലെ വീണു. അപ്പോഴും എൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്ന രൂപം മറ്റാരുടെയുമല്ല, ആബികയുടേതായിരുന്നു. ഒരു വിറയലോടെ ഞാൻ ഇക്കയുടെ നേരെ നോട്ടം പതിച്ചു. ഉപ്പ പറഞ്ഞ കാര്യം കേട്ടതും ഒരുതരം മരവിപ്പായിരുന്നു തനിക്ക് അനുഭവപ്പെട്ടത്. നെഞ്ചിൽ നിന്നൊരു പാളിശയുണ്ടായി. ഒരു നിമിഷം പോലും അവൾ മറ്റൊരാളുടേതാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തനിക്ക് കഴിയുമായിരുന്നില്ല. ഉപ്പ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഒരിക്കലും മനസ്സിൽ പോലും കരുതിയില്ല. അവളുടെ മുഖത്തേക്ക് നോക്കാൻ ഒരു വല്ലായ്മ പോലെ. റിജാദിൻ്റെ അവസ്ഥയും മറുത്തല്ലായിരുന്നു. അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതവളോട് പറഞ്ഞപ്പോൾ അവൾ അവളുടെ ഭാഗം ഓൾറെഡി ക്ലിയർ ചെയ്തതാണ്. മാത്രമല്ല അവളുടെ കൽബിൽ മറ്റൊരാൾക്ക് സ്ഥാനമുണ്ടെന്ന് അന്ന് അവൾ പറഞ്ഞതിൽ നിന്ന് അവന് മനസ്സിലായിരുന്നു. പ്രതീക്ഷിക്കാതെ ഉപ്പ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ അവന് കഴിഞ്ഞില്ല. കബീർക്ക അഹമ്മദ്ക്കയുടെ ഒരു ഉത്തരത്തിനായി കാത്തുനിന്നു. കബീറെ, മറ്റാരെക്കാളും കൂടുതൽ സന്തോഷം എനിക്ക് തന്നെയാണ്. കാരണം എൻ്റെ മക്കള് നല്ലൊരു കുടുംബത്തിൽ കയറി ചെല്ലണം നിർബന്ധം എനിക്കുണ്ട്.
അതിൻ്റെ ഉറ്റ ചങ്ങാതെ എൻ്റെ വീട്ടിലേക്ക് തന്നെ ആവുമ്പോൾ അതിലുപരി അഹമ്മദ് വേറെന്ത് സന്തോഷമുണ്ടടാ. പക്ഷേ അവര് രണ്ടുപേരെക്കാളും മൂത്ത് രണ്ടാൾക്കാരില്ലേ, അവരുടേതൊരു വഴിക്കെത്താതെ എന്തായാലും ഇവരുടെ കല്യാണം നടത്താൻ ഒക്കത്തില്ലല്ലോ. അറിയാം അഹമ്മദ്, അവരുടേത് കഴിഞ്ഞാൽ മാത്രമേ ഈ പിള്ളേരുടെ നോക്കേണ്ടതുള്ളൂ. ഞാൻ എൻ്റെ ഒരു താല്പര്യം പറഞ്ഞതേ ഉള്ളൂ. പെണ്ണിനെയും ചെക്കനെയും നോക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിതങ്ങ് വാക്കാലം ഉറപ്പിക്കാം. എല്ലാം കണ്ണും കേട്ടും മനസ്സ് മുഴുവൻ കൈവിടുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് പോകണമെന്ന് ആബിദിന്റെ മനസ്സ് ആവർത്തിച്ച് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കാതെ അവൻ അവിടുന്ന് പോവാനൊരുങ്ങി. ഒരു വാക്ക് പോലും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന ആബിദിനെ കണ്ടതും അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു. ആസിയ, ഓൻ എന്തു പറ്റി പെട്ടെന്ന് ഇറങ്ങിപ്പോയത്? ആബിദ് പോയത് കണ്ട് കബീർക്ക അവൻ്റെ ഉമ്മയോട് ചോദിച്ചു. അവനിപ്പോൾ കല്യാണക്കാര്യം പറഞ്ഞ് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഇനി ഇവരുടെ കാര്യം പറഞ്ഞ് അവനോട് വീണ്ടും നമ്മളോടൊക്കെ കല്യാണത്തിന് നിർബന്ധിക്കുന്ന പേടിയായിരിക്കും. സംശയാർത്ഥത്തിൽ ആബിദിനെ നോക്കിക്കൊണ്ടിരുന്ന എല്ലാവരും ആസിയുടെ ഉത്തരം ശരിവെച്ചു. കാരണം അവൻ വിവാഹക്കാര്യം പറഞ്ഞ് ആരും ഇനി അടുത്തേക്ക് വന്നു പോരുതെന്ന് മുന്നേ വിലക്കിയതാണ്. പക്ഷേ കാരണം അതായിരുന്നില്ലെന്നത് കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, അഹാന. അവൾക്ക് മാത്രം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.